അപ്പോഴേ ഇതാ ഇന്ന് നമ്മൾ നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയൊന്ന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് പനി ആയതുകൊണ്ട് ഇപ്പം 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതേ ഇല്ല. കാരണം പനിയായിട്ട് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരാനേ പറ്റിയില്ല. അപ്പോൾ 2 ദിവസം ആയപ്പോഴത്തേക്ക് നമുക്ക് ഈ വെണ്ട ഇടയ്ക്ക് നമ്മൾ വിളവെടുക്കാതിരുന്നപ്പോഴത്തേക്ക് ഇതാ വലുതായിട്ടുണ്ട് കേട്ടോ. ഇതൊരുവിധം വിത്ത് പാവമാവുന്ന ഒരു രീതിയായിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് കറി വെക്കാൻ പറ്റത്തില്ല, വിത്ത് മുറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് ഇളം വെണ്ടയ്ക്ക പറിച്ചെടുക്കാമെന്നേ. അപ്പം ഞാൻ കുറച്ച് ഇളം വെണ്ടയ്ക്ക ഇന്ന് വൈകിട്ടത്തേക്കുള്ളത് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അതിന് വലിയ നീളമൊന്നുമില്ല, ഇളമായതുകൊണ്ട് വലിയ നീളമൊന്നുമില്ല. എനിക്ക് ആ ഒരു ടൈപ്പ് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വലിയ വലിപ്പമില്ലാത്ത ടൈപ്പ് ഞാൻ പിച്ചെടുക്കുവാണ് കേട്ടോ. നമ്മുടെ വെണ്ട നന്നായിട്ട് എൻ്റെ ഒരു പൊക്കം ആവാറായിട്ടുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത്. ഇതിനകത്ത് ഇപ്പം മഴ പെയ്തിട്ട് ഒരു പ്രശ്നമുണ്ട്. പൂക്കളെല്ലാം അവിടെ ഇരുന്ന് അഴുകിയിട്ട് ആ വെണ്ടയ്ക്ക അങ്ങ് നശിച്ചു പോകും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ള സമയത്തൊക്കെ വന്നിട്ട് ഈ പൂവ് ഇങ്ങനെ എടുത്ത് കളയാറുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ പൂവൊന്നും അങ്ങനെ ഇരുന്ന് അഴുകിപ്പോയതാണ്. ഇത് കണ്ടോ, ആ വെണ്ടയ്ക്ക കേടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇരിക്കുന്ന ആ വെണ്ടയുടെ പൂവൊക്കെ നമ്മളെടുത്ത് കളയുവാണെങ്കിൽ ആ വെണ്ടയ്ക്കൊന്നും ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ കിട്ടും. ഇങ്ങനെ മഴയൊക്കെ ഉള്ളപ്പോഴേ ഞാൻ ഇതേപോലെ വന്നിട്ട് ഈ ആവശ്യമില്ലാത്ത ഇലകളും ഇതേപോലെയുള്ള പൂക്കളും ഒക്കെ എടുത്ത് മാറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാകളും നമുക്ക് നശിക്കാതെ കിട്ടും. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ആ കായ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാം അങ്ങനെയുള്ള പൂക്കളെല്ലാം എടുത്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാത്തിനകത്തും വെണ്ടയ്ക്ക പിടിച്ചു വരുന്നുണ്ട്. പക്ഷേ എല്ലാം ഒന്നും ഇപ്പോൾ വിളവെടുക്കാൻ പറ്റത്തില്ല, കാരണം ഒരുവിധം എല്ലാം മുറ്റിപ്പോയി. അപ്പം വിളവെടുക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് മാത്രമേ ഞാൻ ഒടിച്ചെടുക്കുന്നുള്ളൂ. സാധാരണ വെണ്ട അപേക്ഷിച്ച് ആനക്കൊമ്പൻ കുറച്ച് നാൾ കൂടി നമുക്ക് വിളവ് തരും. അതേ ഈ ആനക്കൊമ്പൻ വെണ്ടയുടെ പ്രത്യേകത ഇതിന് നല്ല വലിപ്പം വരും, ആനക്കൊമ്പ് പോലെ നല്ല വലിപ്പത്തിൽ വരും. അപ്പം ഞാൻ ഈ ഇലകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പം മഴയാകുമ്പോൾ തന്നെ ഇലകൾ ഇങ്ങനെ ഒന്ന് ചുരുണ്ട് കൂടിയിട്ട് അതിനകത്ത് പുഴുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ ഇലകളൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ ഈ ഇലകളിൽ ഉണ്ടാകുന്ന പുഴുക്കളൊക്കെ ഒന്ന് എടുത്ത് കളയുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് കീടരോഗങ്ങളെ മരുന്നുകളൊന്നും അടിക്കാതെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അതിനിടയിൽ ഞാൻ പുതിയ കുറച്ച് കൊച്ചു വെണ്ടയും കൂടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. മഴക്കാലത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട. നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് കൃഷി ചെയ്യാം. എനിക്ക് തോന്നുന്നു കൂടുതലും മഴക്കാലത്തായിരിക്കും നന്നായിട്ട് വെണ്ടയ്ക്ക ഉണ്ടാവുന്നതും. ആ വെണ്ടയുടെ ഒരു പൂവ് ഇരുന്ന് അഴുകുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മഴക്കാലത്ത് വെണ്ട നന്നായിട്ട് കൃഷി ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് വിളവെടുത്തപ്പോൾ തന്നെ 2 ദിവസത്തേക്കുള്ള വെണ്ടയ്ക്കയുണ്ട്. ഇപ്പം നമുക്കിത് ആനക്കൊമ്പൻ ആയതുകൊണ്ട് തന്നെ അധികം വെണ്ടയ്ക്ക നമുക്ക് എടുക്കേണ്ടി വരത്തില്ല. ഒരു 4 വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞ് കഴിയുമ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മെഴുക്ക് വരട്ടിക്കുള്ളതാവും. ഇപ്പോൾ വലുതായിട്ട് മീനൊന്നും നമുക്കിപ്പം കിട്ടാത്ത സാഹചര്യമാണല്ലോ. നമുക്കിപ്പോൾ കണ്ടെയ്നറൊക്കെ കടലിൽ മറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മീനൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് കറികളും അതേപോലെ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെയല്ല പറ്റത്തുള്ളൂ. നമുക്ക് പച്ചക്കറികളൊക്കെ തന്നെ ഇനിയിപ്പം വെക്കാൻ പറ്റത്തുള്ളല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം തോട്ടത്തിലുണ്ടാകുന്ന പച്ചക്കറി എടുത്ത് കറി വെക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക സന്തോഷമാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. നമ്മളെ തോട്ടത്തിലുണ്ടാകുന്ന ഒരു 2 പയറായാൽ പോലും നമ്മളതെടുത്ത് മെഴുക്ക് വരട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല. അപ്പം ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോൾ കുറച്ച് ഇലയുരുട്ടിപ്പുഴുക്കളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോ ഇലകളും നമ്മൾ ഇതേപോലെ നല്ല ചുരുണ്ടിരിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്തിരിക്കുന്ന ചെറിയ പുഴുക്കളെ കാണാൻ പറ്റും. കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെയുള്ള ചെറിയ പുഴുക്കളുണ്ട്. അപ്പം നമ്മളത് ആരംഭത്തിൽ തന്നെ നമ്മൾ ആ പുഴുക്കളെ എടുത്ത് നമ്മൾ നശിപ്പിച്ച് കളയണം. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ കുറേ ഇലയുരുട്ടിപ്പുഴുക്കൾ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഇതേപോലെ ഞെരടി ആദ്യം തന്നെ ഞെരടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് വേണ്ട കൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചെടികളെയും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആകെ ഉണ്ടെന്ന് പറയാൻ ഈ ആനക്കൊമ്പൻ വെണ്ട മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പന്തലിലൊക്കെ കയറാൻ തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ പയറൊക്കെ പന്തലിൽ കയറാൻ തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ കുക്കുംബറും ഒക്കെ ചെറുതായിട്ട് പടർന്നു വരാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിപ്പോൾ ഇനി 2 ആഴ്ചയും കൂടെ ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്ത് കണ്ടോ, ഇടയ്ക്ക് ഈ ഇളം വെണ്ടയ്ക്ക ഇതുപോലെ എടുത്ത് പിച്ച് തിന്നുന്നവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇത്ര വിശ്വാസത്തോടെ നമ്മൾ കൃഷി ചെയ്യുന്ന പച്ചക്കറി മാത്രമേ നമുക്ക് ഇത്ര വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആർക്കായാലും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന അത്ര വിശ്വാസത്തോടെ വേറൊരു പച്ചക്കറി കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കടകളിലൊക്കെ വരുന്നത് എത്ര ദിവസം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പല മരുന്നുകളൊക്കെ അടിച്ച് വരുന്ന പച്ചക്കറികളല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ടെറസിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ ഇതേപോലെ 10-20 വെണ്ടത്തൈയൊക്കെ നട്ടുകൊടുത്താൽ നമുക്ക് സ്ഥിരം നമ്മുടെ വീട്ടിലേക്കുള്ളതാവും.